മലയാള മനോരമ പത്രം പൊതുവെ കോൺഗ്രസ് ആഭിമുഖ്യം കാണിക്കുന്ന ഒരു പത്രമാണ്. അതേപോലെ തന്നെ അവരുടെ നിലപാട് പരമാവധി BJP-യെ പരോക്ഷമായും പ്രത്യക്ഷമായിട്ടും ഒക്കെ എതിർക്കുക എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് പത്രധർമ്മത്തിന് വിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ മലയാള മനോരമ ഏറ്റവും ഒടുവിൽ പശ്ചിമ ബംഗാളിനെ കുറിച്ചൊരു ബംഗാൾ കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഈ കത്തിലെ വാചകങ്ങൾ അത് ആ ലേഖകന്റെ രാഷ്ട്രീയ അഭിപ്രായമാണോ അതോ ഒരു നിരീക്ഷണമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയില്ല. പലപ്പോഴും കേരളത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളെ കേരളത്തിലെ മാധ്യമങ്ങൾ പലപ്പോഴും തെറ്റായ രീതിയിലാണ്, കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ മനോധർമ്മത്തിനനുസരിച്ചാണ് പലപ്പോഴും അവർ റിപ്പോർട്ട് ചെയ്യാറുള്ളത്. കേരളത്തിലെ സംഭവങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പക്ഷെ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലേതാണെങ്കിലും കർണാടകത്തിലേതാണെങ്കിലും ആന്ധ്രയിലേതാണെങ്കിലും ബീഹാറിലേതാണെങ്കിലും ബംഗാളിലേതാണെങ്കിലും ഉത്തർപ്രദേശിലേതാണെങ്കിലും ഒക്കെ തന്നെ, കാരണം അവർക്ക് ആശ്രയിക്കാൻ മറ്റ് മാർഗങ്ങളില്ല. പിന്നെ ദേശീയ ചാനലുകളും അതേപോലുള്ള മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന വാർത്തകളുമായിട്ട് താരതമ്യം ചെയ്യൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് നമ്മുടെ ലേഖകർ ചെയ്യുന്നത്. കാരണം അവർ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് യാഥാർത്ഥ്യങ്ങൾക്കല്ല, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഗതിവിഗതികൾക്കല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയമായ വീക്ഷണങ്ങൾ കാണുന്നത് വ്യക്തമാണ്. നമുക്ക് പശ്ചിമ ബംഗാൾ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. പശ്ചിമ ബംഗാൾ ഇലക്ഷൻ നടക്കുന്നു. ഈ മലയാള മനോരമയുടെ ലേഖകൻ തന്നെ പലപ്പോഴും പറഞ്ഞത് ബംഗാൾ സ്വത്വം അങ്ങനെ ഒരു സംഭവമുണ്ട്. BJP കുറച്ചൊക്കെ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിലും BJPക്ക് ഒരിക്കലും ബംഗാളിൽ ജയിക്കാൻ കഴിയില്ല. അങ്ങനെ കേരളത്തിലെ ഒരു മാധ്യമവും ബംഗാളിൽ BJP ജയിക്കുമെന്ന് ഒരു മാധ്യമവും എഴുതിയില്ല എന്ന് മാത്രമല്ല, BJP ജയിക്കില്ല എന്ന് അവർ തീർത്ത് പറയുകയും ചെയ്തു. അപ്പം ചിലർ പരമാവധി ഒരു 100 സീറ്റ് 110 സീറ്റ് വരെയൊക്കെ BJP കിട്ടാമെന്ന് പറഞ്ഞു. പക്ഷെ അതിനൊക്കെ അവർ അടിസ്ഥാനപരമായിട്ട് എടുത്തിരുന്നത് BJP വിരുദ്ധരുടെ കോട്ടിങ്ങുകളാണ്. അതായത് BJP എന്ന് പറയുന്നത് ബംഗാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു വടക്കേ ഇന്ത്യൻ പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. മമത ഒരു ബംഗാൾ സ്വത്വത്തിന്റെ വക്താവാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രചരണങ്ങളായിരുന്നു അവരെപ്പോഴും നടത്തിയിരുന്നത്. അതേ സമയത്ത് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ബംഗാളിൽ പോയ ആളുകൾക്കറിയാം. ബംഗാളിലെ 15 വർഷത്തെ മമതാ ബാനർജിയുടെ ഭരണത്തിനെതിരായിട്ടുണ്ടായ വികാരം ഏറ്റവും അധികം, നേരത്തെ മമതാ ബാനർജിക്ക് അധികാരത്തിൽ വരാനുണ്ടായ സംഭവ വികാസങ്ങൾ പോലെ അക്രമങ്ങളും മറ്റു സംഭവങ്ങളൊക്കെ നടന്നത് ഇടതുപക്ഷ ഭരണത്തിന്റെ അവസാനം ബുദ്ധദേവ് ഭട്ടാചാര്യ ഭരിക്കുന്ന സമയത്തായിരുന്നു. നന്ദിഗ്രാമിലെയൊക്കെ സംഭവങ്ങളൊക്കെ നടന്നത് അതേപോലുള്ള സംഭവങ്ങളാണ് പിന്നീട് മമതയുടെ സ്ഥലത്തും നടന്നത്. ക്രൂരമായ ബലാത്സംഗങ്ങൾ നടക്കുന്നു, ജനക്കൂട്ടം ആക്രമണം നടത്തുന്നു, അതേപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഒരു കട്ടുമണി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് കൊടുക്കേണ്ടപ്പോൾ 300 രൂപയുടെ ഒരു പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ഈ നേതാവ് എടുത്തിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ജനവിരുദ്ധമായ നിലപാടുകൾ. അതേപോലെ തന്നെ RG കർ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുന്നു, അതിനനുകൂലമായിട്ട് ഭരണാധികാരികൾ നിൽക്കുന്നു, ജനങ്ങളെ മുഴുവൻ തെരുവിലിറങ്ങുന്നു. അങ്ങനെ ഓരോ സംഭവങ്ങളിലും പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരായിരുന്നു, മമതാ ബാനർജിക്കെതിരായിരുന്നു. പക്ഷെ നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് മമത തന്നെയാണ് ജയിക്കുക എന്ന് വരുത്തി തീർക്കാനായിരുന്നു അവർ ശ്രമിച്ചത്. അത് അവരുടെ ഒരു പൊളിറ്റിക്സ്, അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയം അവരിതിനകത്ത് ചെലുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പൊ ബംഗാളിൽ എന്താ നടക്കുന്നത്? ഇപ്പൊ ബംഗാൾ നടക്കുന്നത് മമതയെ എല്ലാവരും തള്ളിപ്പറയാണ്. പാർലമെന്റ് അകത്തും പുറത്തും ഒക്കെ മമതയ്ക്ക് വേണ്ടിയിട്ട് വാദോരാതെ സംസാരിച്ചിരുന്ന ആളുകൾ മുഴുവൻ മമതയെ തള്ളിപ്പറയാണ്. മമതയെയും അഭിഷേക് ബാനർജിയെയും തള്ളിപ്പറയാണ് ചെയ്യുന്നത്. അവരിതിനെ പറയുന്നു, വെട്ടിപ്പ് നടത്തുന്നു, കട്ടുമണിയുണ്ട്, കൊലപാതകങ്ങൾ നടത്തുന്നു, ഗുണ്ടകളാണ് പാർട്ടി നേതൃത്വത്തിനകത്തുള്ളത് എന്ന് പറയുന്നത് BJPക്കാരോ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ CPMകാരോ അല്ല, മറിച്ച് തൃണമൂൽ കോൺഗ്രസ്സുകാർ തന്നെ പറയുകയാണ്. അപ്പം മമതയുടെ പാർട്ടിയിലെ ആളുകളൊക്കെ തന്നെ മമതയെ വിടുന്നു. മമതയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിരുന്ന ആൾക്കാരും വാദോരാതെ പ്രസംഗിച്ചിരുന്ന ആളുകളും നാടകം കളിച്ചിരുന്ന ആളുകളും ഒക്കെ തന്നെ മമതയെ തള്ളിപ്പറയുന്നു. പാർലമെന്റിൽ അവർക്ക് വേണ്ടി ശബ്ദായമാനമായി സംസാരിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ മമതയെ തള്ളിപ്പറയുകയാണ്. ബംഗാളിലെ പാർട്ടിയുടെ 80 MLA-മാരിൽ ഏതാണ്ട് 64 പേർ മമതയെ തള്ളിപ്പറഞ്ഞു. അവർ പ്രത്യേക ബ്ലോക്ക് ഉണ്ടാക്കി. പണ്ട് CPM-ൽ നിന്ന് പോയിട്ട് മമതാ ബാനർജിയുടെ കൂടെ പോയ ഋതബ്രത ബാനർജിയെ അവർ പ്രതിപക്ഷ നേതാവാക്കി കഴിഞ്ഞു. അപ്പൊ അങ്ങനെ മമത കംപ്ലീറ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ ജനം കൈകാര്യം ചെയ്യാണ്. മുട്ടയെറിയുന്നു, തല്ലുന്നു, ഓടിച്ചു വിടുന്നു, ഒരു രക്ഷയില്ല അവർക്കൊന്നും. അപ്പൊ അത്രയും മമത വിരുദ്ധമായ വികാരമുള്ള സമയത്ത് മമത തിരിച്ചു വരുമോ?
മമത തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന്. ഇപ്പം മമത തിരിച്ചു വരുന്ന വിഷയം, മമതയ്ക്ക് നിലനിൽപ്പിന് വേണ്ടി മമത എങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ട് മമത എങ്ങനെ ബേജാറായി നിൽക്കുന്ന സമയത്ത് മമത തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമേ ഇപ്പൊ ഉദിക്കുന്നില്ല. പക്ഷേ മനോരമ ലേഖകൻ പറയുന്നത് പ്രതീക്ഷയോടെ മനോരമ ലേഖകൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ മമതയ്ക്കും തൃണമൂലിനും ബംഗാളിൽ തിരിച്ചു വരവുണ്ടാകുമോ? എക്കാലത്തും തികഞ്ഞ പോരാളിയായിരുന്ന മമതയെ പൂർണ്ണമായും എഴുതിത്തള്ളാനാകില്ലെന്നാണ് സത്യം. ചില ആളുകളുടെ വ്യക്തിപരമായ ആരാധന ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു പൊളിറ്റിക്കൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന സമയത്ത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ മമത എപ്പോൾ തിരിച്ചു വരുന്ന വിഷയമേ ഇപ്പൊ ഉദിക്കുന്നേ ഇല്ല. അതൊരു 5 വർഷം കഴിഞ്ഞ സമയത്തേ വരൂ, അല്ലെങ്കിൽ അത്രയും സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉയർന്നു പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ പ്രവർത്തനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ജനങ്ങൾ മുഴുവൻ സർക്കാരിനൊപ്പമാണ്, അല്ലെങ്കിൽ ജനങ്ങൾ മുഴുവൻ മമതയ്ക്കെതിരാണ്, അഭിഷേക് ബാനർജിക്കെതിരാണ്. അപ്പം മമത തിരിച്ചു വരുമോ എന്നൊരു ചോദ്യം പോലും ആരും ഉന്നയിക്കുന്നില്ല. പക്ഷേ മലയാള മനോരമയുടെ ലേഖകൻ ബംഗാൾ കത്ത് ജാവേദ് പർവേഷ് അദ്ദേഹം പറയുന്നത് മമത തിരിച്ചു വരുമോ, അതിനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ ഒരു പത്രപ്രവർത്തനം എത്രത്തോളം അധപ്പതിക്കാൻ കഴിയുമോ എന്നുള്ളതിന്റെ മാതൃകയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ മലയാള മനോരമ മാറിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.